റൈറ്റ് സൈഡിൽ മുൻകണ്ട, റൈറ്റ് സൈഡിൽ നിന്നേക്ക് വണ്ടി ആദ്യം വന്നത് കേട്ടാ. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഡ്രൈവിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യണത്, ഡ്രൈവിംഗ് ക്ലാസ്സിൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റുഡൻസുമായിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന വീഡിയോ ആണ്. വളവാട അവരെ കൊണ്ട് ചെയ്യിക്കുന്ന വീഡിയോ ആണിത്. ഞാൻ തന്നെ ചെയ്ത് കാണിക്കുന്നതല്ല, അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് പഠിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ട. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ടി റോഡിൽ, ടി ജംഗ്ഷനിൽ വണ്ടി എങ്ങനെ എടുക്കാന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്യണത്. ജെഫിൻ ഓടിക്കല്ലേ? ഓക്കെ, ജെഫിൻ എത്ര ക്ലാസ് ആയപ്പോൾ? 7ാമത്തെ ക്ലാസ് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ജെഫിൻ നമ്മുടെ മുന്നിലുള്ള ടി ജംഗ്ഷനാണേ. അവിടെ നമുക്ക് എങ്ങനെ എടുക്കാന്നുള്ളതിൻ്റെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിനക്കിപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ സൈഡ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ്, ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് വണ്ടി ഒതുക്കി നിർത്തട്ട. വണ്ടി ഇവിടെ നിർത്തിയാൽ പോരട്ടാ, നമുക്ക് രണ്ട് സൈഡും കാണാൻ പറ്റണം. ആ, അപ്പോൾ എങ്ങനെ നിർത്തും വണ്ടി? എടുക്കാൻ പറ്റും വണ്ടി? ഫസ്റ്റ് ഗിയർ ഉണ്ട് നല്ല മുകളിൽ, കുറച്ചുകൂടി കയറ്റി നേരെ സ്റ്റിയറിംഗ് നേരെ ഓടിക്കും. ഇവിടെ രണ്ട് സൈഡും കാണാൻ പറ്റും, സൈഡും കാണാം അല്ലേ? എന്നിട്ട് വണ്ടി കുറച്ചുകൂടി മുന്നോട്ട് വരണം കേട്ടോ. അതിൻ്റെ ഈ റോഡിൻ്റെ സ്റ്റാർട്ടിങ്ങില്ലേ, റോഡ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഷോൾഡർ, ആ സ്റ്റാർട്ടിങ്ങിൽ നേരെ വരട്ടെ. ഷോൾഡർ അത്ര കൂടി കയറ്റി നിർത്തി ആയിട്ട് നിർത്തണം കേട്ടോ. നിർത്ത്. ഓക്കെ, നമുക്ക് തിരിച്ചു പോകാമേ. നിങ്ങൾ ഫുൾ തിരിക്കും. ആ ഫുൾ തിരിക്കാം, ഫുൾ തിരിച്ചാൽ പതുക്കെ എടുക്കുക കേട്ടാ. അവിടെ നോക്കണം, റൈറ്റ് സൈഡിൽ മുൻകണ്ട, റൈറ്റ് സൈഡിൽ നിന്നേക്ക് വണ്ടി ആദ്യം വന്നത് കേട്ടാ. ഓക്കെ അല്ലേ? ഇപ്പോൾ അവിടെ പതുക്കെയാണ് കേട്ടാ. ക്ലച്ച് പതുക്കെ എടുക്കുക. വണ്ടി നേരെ ആകുമ്പോൾ സ്റ്റിയറിംഗ് നേരെ കേട്ടോ. ക്ലച്ച് വിട്ടോളം നേരെ കേട്ടോ, അല്ലെങ്കിൽ വണ്ടി നേരത്തെ പോലെ ഓടിപ്പോവും. പതുക്കെ പതുക്കെ എടുക്കും, പതുക്കെ എടുക്കും. ആ ഓക്കെ, ഇങ്ങനെയാണ് വണ്ടി ടി റോഡിൽ എടുക്കണം. ലെഫ്റ്റിലേക്ക്, റൈറ്റിലേക്ക് എടുക്കുന്നത് വേറെ രീതിയാണ്. ലെഫ്റ്റിലേക്ക് എടുക്കുന്നത് ഇങ്ങനെ കേട്ടാ. റൈറ്റിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കയറണം. നമ്മളിപ്പോൾ നമ്മൾ ആ ഷോൾഡർ വൈഡ് നേരോട്ടല്ലേ തിരിച്ചത്. റൈറ്റിലേക്ക് ആകുമ്പോൾ വണ്ടി കുറച്ച് നടുക്കോട്ട് എന്നിട്ട് തിരിക്കാൻ പാടില്ല കേട്ടാ. അല്ലെങ്കിൽ നമ്മൾ റോങ് സൈഡായി പോകും. നമ്മൾ അവിടെ തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോങ് സൈഡിലേക്ക് ചെല്ലുള്ളൂ. ലൈവ് ഓഡിയോ ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷേ ഇല്ല, പെട്രോൾ പമ്പിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സാധനം ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്കും കോപ്പറേറ്റ് അടിച്ചെന്ന് പറഞ്ഞെങ്കിൽ മെസ്സേജ് വന്നു. കോപ്പറേറ്റ് അടിച്ച പണിയാണ്, നമ്മൾ കിട്ടുന്ന വീഡിയോ വെറുതെ പോകും. ഓൾറെഡി മെയിലോട്ട് ഞാനത് വോയിസ് കൊടുക്കണ്ട. നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിച്ച പോലെ അല്ല റൈറ്റിലേക്ക് ഇരിക്കണത്. നമ്മൾ അതുപോലെ തന്നെ വണ്ടി നേരെ പുറത്തേക്ക് ഇറക്കിയിട്ട് നേരെ റോഡിൻ്റെ നേരെ കൊണ്ടുവന്ന് നിർത്തണം. നേരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് വണ്ടി നേരത്തെ ഫുൾ അടിച്ച് തിരിക്കല്ലേ ഇത്. റൈറ്റിലേക്ക് ആകുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്തു ഫുൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോങ് സൈഡായി പോകും. അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റും റൈറ്റും നല്ലോണം നോക്കിയിട്ട് വണ്ടി പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തുകൊണ്ട് പതുക്കെ വണ്ടി സെൻറ്ററിലേക്ക് എടുക്കണം. സെൻറ്ററിലേക്ക് വണ്ടി ഫുള്ള് തിരിക്കണം. എന്നിട്ട് സ്റ്റിയറിങ് സ്ട്രെയിറ്റ് ആക്കണം. അപ്പോഴേ നമുക്ക് നമ്മുടെ സൈഡിലേക്ക് പോകുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ സൈഡിൽ അങ്ങ് റോങ് സൈഡായി പോകും. അവിടെ തന്നെ തിരിച്ചിട്ടുണ്ടെങ്കിലേ റൈറ്റിലേക്ക് പോകുന്നെങ്കിൽ സെൻറ്റർ വന്ന് തിരിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ നമ്മൾ റോങ് സൈഡായി പോകും കേട്ടാ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നിർദ്ദേശങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് അടിക്കാം, കമൻ്റ് ഇടാം. അത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്, ഇനിയും വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ആ ബെല്ലൈക്കൺ അടിച്ച് കൂടെ കൂടിക്കോട്ടാ. ഓക്കെ.